ചക്ക വെട്ടാൻ പോവാ ഒരു പകുതിയാക്കി നല്ല മൂർച്ചയുള്ള കത്തി വെച്ച് സക്സസ്. പുളിയൊന്നുമില്ല. ചക്കയുടെ ആദ്യം തന്നെ നമ്മുടെ മൂക്ക് ചെത്തിയെടുക്കണ ചടങ്ങ് വെട്ടി കഴിഞ്ഞാൽ ആയിരിക്കല്ലേ പഴഞ്ചക്ക അങ്ങനെയല്ല ചക്ക വേമുക്ക. അങ്ങനെ വീട്ടിൽ പോയപ്പോൾ ചക്ക കിട്ടിയതാട്ടാ. നല്ല സ്നേഹമുള്ള അയൽവാസികളുണ്ടാകുമ്പോൾ നമുക്ക് ചക്ക കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല അല്ലേ. അങ്ങനെ ചക്കയൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഞാനും അമ്മയും കൂടിയിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് കഴുകിയെടുത്തോളൂ കേട്ടോ. ചിലവർ ചക്ക കഴുകിയില്ല കേട്ടോ, ഞങ്ങൾ കഴുകും. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചക്ക ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ആദ്യം തന്നെ ചക്കയൊന്ന് വേവിച്ചെടുക്കണം. ചിലവർ ഇത് ചക്ക ഒരു 2 വിസിലടിച്ച് കുക്കറിലിടും കേട്ടോ. കുക്കറിലൊന്നും ഇടേണ്ട കാര്യമില്ല, നമുക്ക് ചട്ടിയിൽ തന്നെ വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്ത് അവിടെ വയ്ക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ ചീനച്ചട്ടി തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി നമ്മൾ ചട്ടിക്കൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ചേർക്കണേ, എന്നാലാണ് ചക്കപ്പേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് അതിലേക്ക് ഒരു 10-12 ചെറിയ ഉള്ളി, ഒരു തുടം വെളുത്തുള്ളി, ഒരു 5-6 വെളുത്തുള്ളി എടുത്താലും മതി കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ചതച്ചെടുക്കാം. അതവിടെ വെക്കണേ. എന്നിട്ട് ആദ്യം തന്നെ കടുക് പൊട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ചതച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ചക്ക കൊണ്ട് പല വിഭവങ്ങളും നമുക്ക് തയ്യാറാക്കിയെടുക്കാം അല്ലേ. ചക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ചക്കപ്പേരി, ചക്ക എരിശ്ശേരി, ചക്ക കൂട്ടാൻ, അങ്ങനെ പലതരം വിഭവങ്ങൾ നമുക്ക് ചക്ക കൊണ്ട് തന്നെ ഉണ്ടാക്കാം അല്ലേ. നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് 2.5 ടീസ്പൂൺ ചതച്ച മുളക് ഇട്ട് കൊടുക്കുക. ആ ചതച്ച മുളകൊക്കെ ഇട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കെന്താ, നമ്മുടെ താരമായ ചക്ക വേവിച്ചത് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ട് അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. കട്ടൻ ചായയുടെ കൂടെ സൂപ്പറാണ് ഈ ചക്കപ്പേരി. വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. ഞാൻ ചോറ് ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ ചോറ് കുറച്ചും ചക്കപ്പേരി കൂടുതലായിരിക്കും അന്ന് കഴിക്കുക. നല്ല ടേസ്റ്റാട്ടോ ചക്കപ്പേരി. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി എടുക്കുക കേട്ടോ. ചക്കപ്പേരി വയ്ക്കുമ്പോൾ ചുള മാത്രമല്ല ചക്കക്കുരു ഇടാൻ നോക്കണേ, എന്നാലാണേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് അവസാനമായിട്ട് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ചക്കപ്പേരി റെഡി ആയിട്ടുണ്ട്. ഈ മഴയത്ത് ചൂടുള്ള കട്ടൻ ചായയും ചക്കപ്പേരിയും സൂപ്പറാണേ.